Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. Praise Lord, praise Lord, praise Lord. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി പ്രേ ഗ്രൂപ്പ് എന്ന ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ഇടയാക്കിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ റോസ്ലി സുരേഷ് ഈറോഡ് അവർക്ക്, മറ്റ് അഡ്മിന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു കർത്താവിന്റെ നിസ്തുല നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം അങ്ങേക്കുള്ളത്, വചനം സംസാരിപ്പാൻ അടിയന്റെ നാവോട് കൂടെ ഇരിക്കുമാറാകണമേ. അപ്പ കേൾക്കുന്ന വചനം എവിടെ ചോദ്യപ്പെടലാക്കി അങ്ങ് തീർക്കണം കർത്താവേ. അങ്ങ് തന്നെ കൂടെ ഇരുന്ന് മാനിച്ച കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. നാം വായിച്ചത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. ഹല്ലേലൂയ. ദാവീദോട് പ്രാർത്ഥിക്കുകയാണ്, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്ന്. ഹല്ലേലൂയ. അത് നമുക്കറിയാം, ശരീരത്തിലെ ഏത് അവയവങ്ങളെക്കാളും വിലയേറിയത് അല്ലെ സൂക്ഷിക്കപ്പെട്ട ഒരു അവയവം എന്ന് വേണമെങ്കിൽ ഈ കൃഷ്ണമണിയെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അതെ, കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിരക്ഷിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്ന മറ്റൊരു അതേ ഭാഗവും നമ്മുടെ ശരീരത്തിലില്ല. അല്ല, അത്രത്തോളം വിലയേറിയ പ്രാധാന്യമുള്ള ഒരു അവയവമാണ്, അല്ലെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമാണ്, കണ്ണിനകത്തുള്ള ഒരു ഭാഗമാണ് അത് കണ്ണിന്റെ കൃഷ്ണമണി. ഹല്ലേലൂയ. യെരുശലേമിനെ പർവ്വതങ്ങൾ ചുറ്റിയിരിക്കുന്നത് പോലെ അതേ ചുറ്റുമുള്ള അസ്ഥികൂടങ്ങൾ, അതേ അസ്ഥികൂടത്തിലെ തടത്തില അത് സംരക്ഷിക്കപ്പെടുകയാണ്. ഏത്? അത് കണ്ണിന്റെ കൃഷ്ണമണി. ഇത് ദൈവത്തോട് തന്നെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കണമെന്നാണ് ഇവിടെ ദാവീദ് പറയുന്നത്. അതേ പ്രിയരെ, നമ്മെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മെ കാക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതേ പ്രിയരെ, അതേ നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രതികൂലങ്ങൾ കടന്നു വന്നു, എത്രയോ ആപത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു, അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. അവിടെ നിന്നൊക്കെ നമ്മെ സൂക്ഷിച്ചത് ദൈവത്തിന്റെ അതേ കരമത്രേ. അതേ ദൈവം നമ്മെ അതേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതേ പ്രിയരെ, നിശ്ചയമായി നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ നമ്മെ അതേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയായത്. ദാവീദിന്റെ ജീവിതത്തിന് അതേ മാറി മാറി പ്രതികൂലങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നു വരുവാന്നൊക്കെ ഇടയായി തീർന്നു. പ്രിയരെ, നമുക്കറിയാം ദാവീദിന്റെ ജീവിതത്തില് അതേ ഭവനത്തിൽ നിന്ന് തുടങ്ങിയ അതേ ഒറ്റപ്പെടലുകളും അതേ നിന്ദകളും പരിഹാസങ്ങളും മാറ്റി നിർത്തലുകളും തന്റെ ജീവിതത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം അതേ ശമൂവേൽ പ്രവാചകനോട് ദൈവത്തിന് അരുളപ്പാട് ദൈവം അറിയിക്കുന്നുണ്ട്. അതേ ഇശായിയുടെ മക്കൾ ഒരുവനെ ഞാൻ അവിടെ വായിക്കുന്ന ഇസ്രായേലിന്റെ രാജാക്കന്മാരിൽ ഒരുവനായി ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്കറിയാം ശമൂവേൽ പ്രവാചകനെ ഈശായുടെ അടുക്കലേക്ക് വിടുകയാണ്. ഹല്ലേലൂയ. അതേ നമുക്കറിയാം ആ സമയത്ത് നമുക്കറിയാം അതേ യാഗത്തിന് ഈശായെ പുത്രന്മാരെ ക്ഷണിച്ചു. അവർ യാഗത്തിന് വന്നു. എന്നാൽ ഈശായോട് പറയുന്നുണ്ട്, താൻ എന്തിനാ അവിടെ വന്നതെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ആ സമയത്ത് അതേ ഇശായി തന്റെ മക്കളെ രാജാവാക്കുവാൻ വേണ്ടി പ്രവാചകന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ആദ്യം എലിയാബിനെ അയച്ചു. ദൈവം പറഞ്ഞു, ഞാനിവരെ തെരഞ്ഞെടുത്തിട്ടില്ല. രണ്ടാമത് അമ്മീനാദാബിനെ അയച്ചു. ദൈവം പറഞ്ഞു, ഞാനിവരെ തെരഞ്ഞെടുത്തിട്ടില്ല. മൂന്നാമത് ശമ്മയെ അയച്ചു. ദൈവം പറഞ്ഞു, ഞാനവരെ തെരഞ്ഞെടുത്തിട്ടില്ല. ഹല്ലേലൂയ. നമുക്കറിയാം അങ്ങനെ തന്റെ പുത്രന്മാരെ എല്ലാം വിളിച്ചു വരുത്തുകയാണ്. എല്ലാവരെയും പ്രവാചകന്റെ അടുക്കൽ പറഞ്ഞു വിടുകയാ. ആ സമയത്ത് പറയുന്നുണ്ട്, ഇവരെ ആരും ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല. ആ സമയത്ത് പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി നിനക്ക് പുത്രന്മാരുണ്ടോ എന്ന്. ഹല്ലേലൂയ.
ആ സമയത്താണ് അതേ പറയുന്നത്, അതേ താൻ പറയുന്നത്, എനിക്കൊരു ഇളയവനുണ്ട്, അവനങ്ങനെ ആടുകളെ മേക്കിയാകുന്നു എന്ന്. അപ്പൻ അവനെ മറന്നു കളഞ്ഞു കേട്ടോ. കുഞ്ഞെ, നിന്റെ മാതാപിതാക്കൾ നിന്നെ മറന്നാലും നിന്നെ മറക്കാതെ നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ഹോബിയായ ദൈവം നിന്നോട് കൂടെയുണ്ട്. അതേ പ്രിയരെ, സഹോദരന്മാർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞങ്ങൾക്കൊരു ഇളയ ആങ്ങളയുണ്ട്, ഇളയ സഹോദരനുണ്ട്, അവൻ അപ്പന്റെ ആടുകളെ മേയ്ക്കുവാൻ വനത്തിലാകുന്നു എന്ന് പറയാമായിരുന്നു. എന്നാൽ സഹോദരന്മാരും അവനെ മറന്നു കളഞ്ഞു കേട്ടോ. അതേ പ്രിയരെ, നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ ശമൂവേൽ പ്രവാചകൻ പറയുന്നുണ്ട്, അവനെ വിളിക്കുക, ആളയച്ചവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കയില്ല. കുഞ്ഞെ, നിന്നെ ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാലും, അത് നീ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിൽ ഇരിക്കില്ല എന്ന് പറയുന്ന നാളുകൾ അതിവിദൂരമല്ല. രഗദൂരമന വൈഡവന. അതെ, നമുക്കറിയാം, അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. അതേ ദാവീദിന്റെ ജീവിതത്തില് ദാവീദ് നമുക്കറിയാം, അതേ ഗോലിയാത്തിനെ തോൽപ്പിക്കുന്നതൊക്കെ നമുക്കറിയാം. അതിനുശേഷം അതേ ഈ രാജാവിന്റെ സേനാ നായകനായി താനവിടെ കൊട്ടാരത്തിൽ വസിക്കാന്നൊക്കെ ഇടയായി തീർന്നു. നമുക്കറിയാം, ആ സമയത്തും അതേ ഗോലിയാത്തിനെ കൊന്ന് മടങ്ങി വരുന്ന അതേ ഈ ദാവീദിനെ കണ്ടിട്ട് ഇസ്രായേലി സ്ത്രീകൾ ഇപ്രകാരം പാടി, ദാവീദ് 1000 കൊന്നു, ദാവീദ് അതേ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറയുമ്പോൾ ഈ പാട്ട് നിമിത്തം അതേ ഈ ദാവീദിനോട് ശൗലിന് കണ്ണ് കടി തുടങ്ങി. അന്നു മുതൽ അതേ എങ്ങനെ കൊല്ലാമെന്ന് നോക്കി ശൗൽ ദാവീദിന്റെ പിന്നാലെ പോകുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, അതേ ശൗല അതേ ദാവീദിനെ ഓടിക്കുകയാണ്. ദാവീദ് അതുല്ലാ ഗുഹയില്, ദുർഗങ്ങളില്, അത് വനത്തില്, അതേ ഗുഹകളിലൊക്കെയും താൻ പാർത്ത് അതേ ശൗലിനെ പേടിച്ച് താൻ ഓടുകയാണ്. അല്ല, അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. നമുക്കറിയാം, അതേ രാജാവായപ്പോൾ തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് തന്റെ അപ്പനായ ദാവീദ് ഓടുകയാണ്. അതേ ജനനം മുതൽ അല്ലെങ്കിൽ ബാല്യകാലം മുതൽ താൻ അനുഭവിച്ച തിരസ്കരണം, താൻ അനുഭവിച്ച നിന്ന, താൻ അനുഭവിച്ച വേദന, താൻ അനുഭവിച്ച പീഡ അവസാനിച്ചില്ല. ഹല്ലേലൂയ. അതേപോലെ പ്രായമേറിയപ്പോഴും തന്റെ മകനെ ഭയന്ന് ഓടുന്ന ദാവീദ് പ്രാർത്ഥിക്കുക. ദാവീദ് നിഷ്കളങ്കതയോടെ പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്ന 17-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. അതേ പ്രിയരെ, അതേ 17-ാം സങ്കീർത്തനത്തില് ഇപ്രകാരം നമുക്ക് അവിടെ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും, യഹോവേ ന്യായത്തെ കേൾക്കണമേ. അടുത്ത് പറയുക, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. അടുത്ത് പറയുകയാണ്, അതേ കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. താൻ പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? എന്റെ കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. പ്രിയരേ, ദാവീദിന്റെ ജീവിതത്തില് ഒത്തിരി പ്രതികൂലങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ദാവീദ് തകർന്നു പോയില്ല കേട്ടോ. ദാവീദ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദാവീദിനെ ദൈവം ബലപ്പെടുന്നു കാണുവാൻ സാധിക്കുകയാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഈ വാക്യം തന്നെ, ഈ അധ്യായം തന്നെ നോക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വരുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂലം കടന്നു വന്നാലും, പ്രതിസന്ധി കടന്നു വന്നാലും, നിന്നെ മാനിക്കുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ പാലിക്കുന്ന, നിന്നെ കാക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. രിഗമന വൈഡമന അതരക ദുരമന വൈഡമന. ഇത്രയും പ്രതികൂലം കടന്നു വന്നിട്ടും ദാവീദ് ദൈവത്തോട് അതേ ഒരു പരാതി പോലും പറഞ്ഞില്ല കേട്ടോ. ദൈവത്തോട് പിറുപിറുത്തില്ല. ഹല്ലേലൂയ. അതേ പ്രിയരെ, ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ. അതേ പ്രിയരെ, ഇവിടെ നോക്കിയ ദാവീദ് പറയുക, എന്നെ അങ്ങയുടെ അതേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുക. പ്രിയരെ, നമ്മളെ അതേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. രിഗമന വൈഡമന. അതേ സെഖര്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുക, നാം തന്നെയാണ് ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണി. ഹല്ലേലൂയ. അത് ഇപ്രകാരം പറയുകയാണ്, നിങ്ങളെ തൊടുന്നവൻ ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നു. യെസ്, ഹല്ലേലൂയ.
അത് കൃഷ്ണമണി എന്ന വാക്കിന് വേദപുസ്തകത്തിലെ കൺമണി എന്ന വാക്കും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പറയുകയാണ്, നിങ്ങളെ തൊടുന്നവൻ ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നു. അതേ പ്രിയരെ, നാം ഓരോരുത്തരും ദൈവത്തിന്റെ കൺമണിയാ, ദൈവത്തിന്റെ അത് കൃഷ്ണമണിക്ക് തുല്യരാ പ്രിയരെ. അതുകൊണ്ട് നിശ്ചയമായി പതറിപ്പോകരുത്, ഭയപ്പെട്ടു പോകരുത്. നിന്നോട് കൂടെയിരിക്കുന്ന, നിന്നെ കാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, അതെ ആവർത്തന പുസ്തകം 32:10 പ്രകാരം പറയുന്നുണ്ട്. 31 അതേ അധ്യായത്തില് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക ആരാ? മോശ. അതെ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് അവിടെ ഇപ്രകാരം ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു, അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. അതേ പ്രിയരെ, അതെ ആരെക്കുറിച്ചാ പറയുന്നത്? ഇസ്രായേൽ ജനത്തെ കുറിച്ച് യഹോവയായ ദൈവം പറയുക. എന്താ? താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു, അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ സൂക്ഷിച്ചു. പ്രിയരെ, നമ്മെ ഓരോരുത്തരെയും കൺമണി പോലെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തില് എത്രയോ അപകടങ്ങൾ, എത്രയോ അനർത്ഥങ്ങൾ, എത്രയോ പ്രതിസന്ധികൾ, എത്രയോ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോഴെല്ലാം ദൈവം നമ്മെ അതേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തത് കൊണ്ടാ ഞാനും നീയും അതേ ഈ നാളിലായിരിക്കുന്നത്. അതേ പ്രിയരെ, നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ അല്ല കേട്ടോ. അതേ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം. ഹല്ലേലൂയ. അതേ പ്രിയരെ, നിശ്ചയമായി ദൈവം നമ്മെ കാത്തത്, അതേ ദൈവത്തിന് നമ്മെ ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതേ പലപ്പോഴും നാം പറഞ്ഞില്ലേ, അതേ പ്രതികൂലം കടന്നു വന്നപ്പോൾ നാം പറഞ്ഞില്ലേ, ഞാൻ വീണു, ഞാൻ ഇനി എഴുന്നേൽക്കയില്ല, എന്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല, എന്റെ ജീവിതത്തിൽ ഇനി അത് മുന്നോട്ടമില്ല, എന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലമാണല്ലോ, എന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയാണല്ലോ എന്ന് പലപ്പോഴും നീ പറഞ്ഞില്ലേ. അത് നിന്നെ നോക്കി പലരും പറഞ്ഞില്ലേ, അവക്കിനി ഉയർച്ചയില്ല, ഇനി അവൻ എഴുന്നേൽക്കയില്ല, അവനൊരു ശുശ്രൂഷയില്ല എന്ന് നിന്നെ കുറിച്ച് പറഞ്ഞില്ലേ. കുഞ്ഞെ, നിന്റെ അതേ വിഷയത്തിന്മേല് നീ അത് പറഞ്ഞപ്പോഴും മറ്റുള്ളവർ നിന്നെ നോക്കി വെല്ലുവിളിച്ചപ്പോഴും അത് നിന്നെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച ഒരു ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞെ. റിഗമന വൈഡമന. അതുകൊണ്ടാ നീ ഇന്ന് നിലനിൽക്കുന്നത്. അതെ, നാം നിലനിൽക്കുന്നത്, നാം നിൽക്കുന്നത് നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ അല്ല, ദൈവം നമ്മോട് കാണിച്ച സ്നേഹം. ഹല്ലേലൂയ. ദൈവം നമ്മോട് കാണിച്ച കൃപ, ദൈവം നമ്മോട് കാണിച്ച വാത്സല്യമാണ് നാം ഇപ്പോൾ ദൈവത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ. അതെ, നീ പോലും പറഞ്ഞില്ലേ, നിന്റെ അവസ്ഥ നോക്കിയിട്ട് ഇനി എനിക്കൊരു എഴുന്നേൽപ്പില്ല, ഇനി എന്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല, എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഈ വിഷയത്തിൽ മറുപടി ലഭിക്കത്തില്ല എന്ന് പറഞ്ഞില്ലേ. കുഞ്ഞെ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ എവിടെ അവസാനിച്ചു എന്ന് പറയുന്നുവോ? ഹല്ലേലൂയ. അവസാനിച്ചിട്ടില്ല, തുടക്കമാത്രേ. ഹല്ലേലൂയ. അതേ നമുക്കറിയാം, അതേ യോസേപ്പിനെ നോക്കി യോസേപ്പിന്റെ സഹോദരന്മാർ പറഞ്ഞു, അവന്റെ സ്വപ്നങ്ങൾ എന്തായി തീരുമെന്ന് നമുക്ക് കാണാമെന്ന്. ഹല്ലേലൂയ. യെസ്. കുഞ്ഞെ, നിന്നെ നോക്കി ജനം പറഞ്ഞില്ലേ, മറ്റുള്ളവർ പറഞ്ഞില്ലേ, അതെ നിന്റെ കുഞ്ഞിന്റെ ജീവിതം കാണാമെന്ന്, അതെ അവനൊരു വീട് വെക്കുന്നത് കാണട്ടെ എന്ന്, അല്ലെങ്കിൽ അതെ നിന്റെ വിഷയത്തെ നോക്കി അതെ ഇനി ഒരിക്കലും ഉയർച്ചയില്ലെന്ന് നിന്നെ നോക്കി ജനം പറഞ്ഞില്ലേ. എന്നാ നിശ്ചയമായി അവിടെ മുമ്പില് നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട്. അതേ പ്രിയരെ, നാം ചിന്തിച്ചു അതെന്താണ്? ഹല്ലേലൂയ. അതെ ദാവീദിനെ ആളയച്ചു വരുത്തി. ഹല്ലേലൂയ. അവനെ നിന്ദിച്ച പരിഹസിച്ച സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്ത് മാനിക്കുന്ന ഒരു ദൈവം. അതേ പ്രിയ ദൈവം ഇതിലെ അതെ നിശ്ചയമായി നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട്. അതേ ലൗലി സരോജം എന്ന പേരുള്ള ഡിവൈസിലെ വ്യക്തിയോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുന്നത്, നിന്നെ എവിടെ നിന്ദിച്ചോ, എവിടെ നിന്നെ മാറ്റി നിർത്തിയോ, എവിടെ നിന്നെ അത് കരയിപ്പിച്ചോ, അവിടെ തന്നെ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന അതരക ദുരിവിരി വൈഡമന. കുഞ്ഞെ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന.
അതരക ദുരിവിരി വൈടവന ഉദരക ദുരിവിരി വൈടവന. കുഞ്ഞെ, നിന്നെ നോക്കി ജനം പറഞ്ഞില്ലേ, മറ്റുള്ള പറഞ്ഞില്ലേ നീ തീർന്നുവെന്ന്. എന്നാൽ തീർന്നിട്ടില്ല കേട്ടോ, നീ തീർന്നിട്ടില്ല. നിന്റെ നീ അവസാനിച്ചിട്ടില്ല. നിന്റെ ആരംഭമത്രേ. രികവന വൈടവന. യോസേപ്പിനെ നോക്കി സഹോദരന്മാർ പറഞ്ഞു, ഇവന്റെ സ്വപ്നങ്ങൾ എന്തായി തീരുമ കാണാമെന്ന്. പ്രിയൊരു സ്വപ്നം നടക്കുവാൻ വേണ്ടിയായിത്തീർന്നു. തന്റെ 30-ാമത്തെ വയസ്സിൽ എന്ന് വെച്ചാൽ നീണ്ട 17 വർഷം യോസേപ്പ് സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതായി വന്നു. എന്ന് വെച്ചാൽ 17-ാമത്തെ വയസ്സിലാ യോസേപ്പ് തന്റെ സഹോദരന്മാരുടെ ക്ഷേമന്വേഷിച്ച് പുറപ്പെടുന്നത്. സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത്, സ്വപ്നം നിവർത്തീകരിക്കപ്പെട്ടത് 30-ാമത്തെ വയസ്സില്. എന്ന് വെച്ചാൽ നീണ്ട 13 വർഷം യോസേപ്പ് സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതായി വന്നു. ഹല്ലേലൂയ. കുഞ്ഞേ, നിന്റെ വിഷയത്തുമേല വർഷം എത്രയായാലും, ആഴ്ച എത്രയായാലും, നാടുകൾ എത്രയായാലും, നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. രിഗമന വൈഡമന അതരക ദുരിവിരി വൈഡമന. ഹല്ലേലൂയ. നമുക്കറിയാം, നൈല വിധവയെ നോക്കി ജനം പറഞ്ഞു, അസ്തമിച്ചു, അവിടെ പ്രതീക്ഷ തീർന്നു, ഇനി അവർക്കിനി ആരുമില്ല എന്ന് നൈല വിധവയെ നോക്കി ജനം പറഞ്ഞു കേട്ടോ. പക്ഷേ ജനത്തിന്റെ ആ വാക്കിന്റെ മുമ്പില് നമുക്കറിയാം, നൈൻ എന്ന പേരിന്റെ അർത്ഥം ആനന്ദം. യേശു കർത്താവ് അവിടെ തേങ്ങൽ അറിഞ്ഞുകൊണ്ട് നൈൻ എന്ന പട്ടണത്തിൽ വന്നു. നമുക്കറിയാം, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. കുഞ്ഞെ, നിന്നെ കണ്ട് മനസ്സലിയുന്നൊരു ദൈവമാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എല്ലാവരും നിന്റെ അവസ്ഥ കണ്ട് മാറി നിൽക്കുമ്പോൾ, നിന്റെ അവസ്ഥ കണ്ട് മാറി നിൽക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. രിഗമന വൈഡവന അതരക ദുരമന വൈഡവന. ഇവിടെ നോക്കിക്കേ, വിലാപ ഭവനമാ, വിലാപ യാത്രയാ. എല്ലാവരും മാറി നിൽക്കും. വിലാപ യാത്ര മാറി നിൽക്കുമ്പോൾ യേശു കർത്താവ് മാറി നിന്നില്ല. യേശു കർത്താവ് അടുക്കൽ വരികയാണ്. യേശു കർത്താവ് അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അവിടെ അടുക്കൽ വന്ന് പറയുക, കരയേണ്ട എന്ന്. ഹല്ലേലൂയ. കുഞ്ഞേ, നിന്റെ അവസ്ഥ കണ്ട് എല്ലാവരും മാറി നിൽക്കുമ്പോൾ, അയ്യോ ഭാവം പറയുമ്പോൾ, നമ്മുടെ യേശു കർത്താവ് അയ്യോ ഭാവം പറയുന്നവനല്ലെന്നേ. അടരക ദുരമന വൈഡമന. നിന്റെ അടുക്കിലേക്ക് വരുന്നവനാ, നിന്നെ കണ്ട് മനസ്സലിയുന്നവനാ, കരയേണ്ട എന്ന് പറയുന്നവനാ. റിഗമന വൈഡമന. മാനുഷികമായി എല്ലാവരും പറഞ്ഞു കാണാം മാതാവിനോട്, സഹോദരി മാധവേ നീ കരയേണ്ട എന്ന് പറഞ്ഞു കാണും. ഹല്ലേലൂയ. നമുക്കറിയാം, നാം ഒരു വിലാപ ഭവനത്തിൽ പോകുമ്പോൾ അവിടുത്തെ കരച്ചിൽ കാണുമ്പോൾ നാം പലപ്പോഴും അവരോട് പറയാറുണ്ട്, പോട്ട് അല്ലെ കരയരുത് എന്നൊക്കെ നാം പറയാറുണ്ട്. അത് ചിലപ്പോൾ മാനുഷികമായി നാം പറയുന്നുവെങ്കിലും അവിടെ ഉള്ള തേങ്ങലാണ് നിലവിളിയായി പുറത്തു വരുന്നത്. പ്രിയരെ, ഇവിടെ നാം കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് അടുത്ത് നിന്ന് കരയേണ്ട എന്ന് പറയുക മാത്രമല്ല കേട്ടോ, മഞ്ചം തൊട്ടു. കുഞ്ഞെ, യേശു കർത്താവ് നിന്റെ അടുക്കൽ വന്ന, നിന്റെ പ്രതികൂലമാകുന്ന, നിന്റെ പ്രശ്നമാകുന്ന മഞ്ചത്തെന്ന് തൊടും. ഹല്ലേലൂയ. മഞ്ച തൊട്ടപ്പോ എന്താ സംഭവിച്ചത്? ചുമക്കുന്നവർ നിന്നു. രിഗമന വൈഡമന. കുഞ്ഞെ, നിശ്ചയമായും നിന്നെ നോക്കി എന്തായി തീരുമെന്ന് നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിലെ നിന്നെ ഇട്ടേച്ച് പോകുന്ന ദൈവമല്ല കേട്ടോ. ദൈവം നിന്റെ അടുക്കലേക്ക് വന്നാൽ ആ വിഷയത്തിന് മറുപടിയാകട്ടോ. രിഗമന വൈഡമന. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എവിടെ വായിക്കുക, ബാല്യക്കാരായി എഴുന്നേൽക്കായി എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. കുഞ്ഞെ, നിന്റെ വിഷയത്തുമല്ല ഇന്ന് മറുപടിയാകട്ടോ. നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ പൈതലിനെ ഇന്ന് നിന്റെ കരങ്ങളിൽ തരുന്ന ദിവസമാ. രിഗമന വൈഡമന. അവിടെ നോക്കിയേ പറയുകയാ, അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കുഞ്ഞെ, നിന്റെ മകൻ, നിന്റെ മകൾ ആത്മീയമായി മരിച്ച നിലയിലാണോ? ഇനി അവന് ഒരു ഉയർപ്പില്ല. അവനിനി മുന്നോട്ട് വരത്തില്ല. ആത്മീയമായൊരു മുന്നേറ്റമില്ല. അവനിന് മാനസാന്തരപ്പെടത്തില്ല എന്ന് നിന്നെ നോക്കി മറ്റുള്ളവർ പറയുമ്പോൾ, കുഞ്ഞെ, നിശ്ചയമായി നിന്റെ തലമുറയെ നിന്റെ കരങ്ങളിലേക്ക് ഇന്ന് തരുന്ന ദിവസമെന്ന് എന്ന് കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന് വ്യക്തമായ ആലോചനറിയിക്കുക. റിഗമന വൈഡവന അതരക ദുരിവിരി വൈഡമന. കുഞ്ഞെ, നിനക്ക് വേണ്ടി, യെസ്, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. യെസ്. ഓ റമാനക ദുരിവിരി വൈഡമന.
അതരക ദുരിവിരി വൈഡമന ഉദാരമനക ശൈഡമന ഹല്ലേലൂയ. അതേ പ്രിയരെ, നിന്നെ നോക്കി മറ്റുള്ളവർ പറയുമ്പോൾ അസ്തമിച്ചെന്ന് പറയുമ്പോൾ അതെ അസ്തമിച്ചിട്ടില്ല, നിന്നെ നോക്കി തീർന്നെന്ന് പറയുമ്പോ നീ തീർന്നിട്ടില്ല കേട്ടോ. ആരംഭം അത്രേ. രിഗമന വൈഡമന, അതേ രിഗമന വൈഡമന. കുഞ്ഞെ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. രിഗമന വൈഡമന അതരക ദുരിവിരി വൈഡമന അതാരക ഷേഖേ ദുരഗമന വൈഡമന. കുഞ്ഞെ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട് കേട്ടോ. അടരക ദുരിവിരി വൈഡമന. നമുക്കറിയാം, യേശു കർത്താവിന്റെ മരണശേഷം ജനം പറഞ്ഞു, ഈ നാമ ഇനി എഴുന്നേൽക്കയില്ലെന്ന്, ഈ നാമം ഉയരത്തില്ലെന്ന്, ഇനി അവൻ എഴുന്നേൽക്കയില്ലെന്ന് യേശു കർത്താവിനെ നോക്കി ജനം പറഞ്ഞു കേട്ടോ. എന്നാൽ അത് പിതാവായ ദൈവം അത് മരണത്തെ ഭേരിച്ചുകൊണ്ട്, കല്ലറ ഭേരിച്ചുകൊണ്ട് അവനെ അത് യേശുവിനെ ഉയർപ്പിക്കുവാന്നൊക്കെ ഇടയായിത്തീർന്നു. കുഞ്ഞെ, നിന്നെ നോക്കി ജനം പറയുമ്പോൾ, മറ്റുള്ളവർ പറയുമ്പോൾ, അയൽക്കാർ നിന്നെ നോക്കി പറയുമ്പോൾ, അതിന്റെ ബന്ധുമിത്രാദികൾ നിന്നെ നോക്കി പറയുമ്പോൾ, അത് നിനക്കൊരു വീട് ലഭിക്കത്തില്ല, നിനക്കൊരു ജോലി ലഭിക്കത്തില്ല, നിന്റെ കുഞ്ഞിനൊരു വിദ്യാഭ്യാസം ലഭിക്കത്തില്ല, നിന്റെ കുഞ്ഞിനൊരു ജോലി ലഭിക്കത്തില്ല എന്ന് നിന്നെ നോക്കി പറയുമ്പോൾ, അല്ലെങ്കിൽ നിനക്കൊരു വീടിനുള്ള സാക്ഷ്യം കിട്ടത്തില്ല എന്ന് നിന്നെ നോക്കി പറയുമ്പോൾ, കുഞ്ഞെ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വരുന്ന, അത് നിനക്ക് ചിലപ്പോൾ അത് റെക്കമെൻഡേഷൻ ചെയ്യുവാൻ അത് മന്ത്രിമാരില്ലായിരിക്കാം, അത് നിനക്ക് മറ്റുള്ളവരില്ലായിരിക്കാം, അത് പ്രതിനിധികളില്ലായിരിക്കാം, എന്നാൽ നിനക്ക് വേണ്ടി റെക്കമെൻഡേഷനുമായി ഇറങ്ങി വരുന്നൊരു സ്വർഗം അത് നിന്നോട് കൂടെയുണ്ടെന്ന്. രിഗമന വൈഡമന അതരക ദുരിവിരി വൈഡമന ഉടാരകനക ഷൈഡമന. ഹല്ലേലൂയ. കുഞ്ഞെ, നിനക്ക് വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വരുന്നൊരു ദൈവം നിന്നോട് കൂടെയുണ്ട്. രിഗമന വൈഡമന. നീ തീർന്നെന്ന് പറയുമ്പോൾ നീ തീർന്നിട്ടില്ല കുഞ്ഞെ, നീ തീർന്നിട്ടില്ല കേട്ടോ. നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട് കേട്ടോ. രിഗമന വൈഡമന അതരക ദുരിവിരി വൈഡമന അതാരക ഷേഖേ ദുരഗമന വൈഡമന. അതേ പ്രിയരെ, നിശ്ചയമായി ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, നിന്നെ നോക്കി ജനം പറയുമ്പോൾ ഹല്ലേലൂയ, നിന്നെ മാനിക്കുന്ന, ഉയർത്തുന്ന, നിന്നെ കാക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. അതേ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാ നാം ഇപ്പോഴും നിലനിൽക്കുന്നത്. അതെ, ഈ 2025 അവസാന കാണിക്കയില്ലെന്ന് നിന്നെ നോക്കി അതെ ലോകം വിധി എഴുതിയതാ, നിന്നെ നോക്കി ഡേറ്റ് ഇട്ടതാ, നിന്നെ നോക്കി അതെ നാളെ കുറിച്ചതാ. ഇനി നീ എഴുന്നേൽക്കയില്ല, ഇനി ഈ ലോകം കാണത്തില്ല എന്ന്, അത് നിന്റെ തലമുറ എഴുന്നേൽക്കയില്ലെന്ന് നിന്നെ നോക്കി അതെ വെല്ലുവിളിച്ച സ്ഥാനത്ത് കുഞ്ഞെ നിന്നെ നിർത്തിയിരിക്കുന്നത് അത് ഞാനെന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട്, എന്റെ മാന്യമിത്രങ്ങളോട് ദൈവത്തിന് വ്യക്തമായ ആലോചന അറിയിക്കുക. ഋഗമന വൈഡമന അതരക ദുരിവിരി വൈഡമന അതരക ദുരമന വൈഡമന. നിന്റെ ഭവനം ഒരു വിലാപ ഭവനമാകുവാൻ ഋഗമന വൈഡമന ശത്രുവായൻ പദ്ധതിയിട്ട സ്ഥാനത്ത് ഞാൻ അത്രേ കുഞ്ഞെ നിന്നെ നിർത്തിയത്. ഋഗമന വൈഡമന അതരക ദുരിവിരി വൈഡമന അതാരക ശേഖേ ദുരഗമന വൈഡമന. ഹല്ലേലൂയ. അതെ, ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലം കടന്നു വന്നു കേട്ടോ. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ്? ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. ഹല്ലേലൂയ. അതെ, എനിക്ക് വേണ്ടി ന്യായം പാലിച്ചു തരണമേ എന്ന ദാവീദ് പ്രാർത്ഥിക്കുന്നത്. യെസ്, അവിടെ വായിക്കുന്നു, യഹോവേ ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത ആദരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. നോക്കിക്കേ, ദാവീദിന്റെ പ്രാർത്ഥനയാ താൻ പ്രാഗൽഭ്യത്തോട് പറയുക. എന്താ പറയുന്നത്? കപടമില്ലാത്ത ആദരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ കേൾക്കണമേ എന്ന്, കാരണം ചെവിക്കൊള്ളണമേ എന്ന്. അതേ പ്രിയരെ, പ്രാഗൽഭ്യത്തോടെ നമുക്കും പറയുവാനുണ്ടായിരിക്കണം. യെസ്, നമുക്കറിയാം, അങ്ങോട്ട് വരുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ ഒരു പട്ടിക തന്നെ ഇതിൽ കാണുവാൻ സാധിക്കും. അതേ പ്രിയരെ, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നൊരു ദൈവം നിന്നോട് കൂടെയുണ്ട് കേട്ടോ. നിന്നെ മറന്നു കളയുന്ന ദൈവമല്ല കേട്ടോ. നിന്നെ തക്ക സമയത്ത് നിന്നെ മാനിക്കുന്നൊരു സ്വർഗം നിന്നോട് കൂടെയുണ്ട്. അതേ സൽജ സിസ്റ്ററെ, അത് നിശ്ചയമായും അത് നിന്നെ മറന്നു കളയുന്ന ദൈവമല്ല നിന്റെ ദൈവം, അതേ നമ്മുടെ ദൈവം. അതേ തക്ക സമയത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്.
റിഗമന വൈഡമന ഇന്ന് അത് നിന്റെ ജീവിത പങ്കാളിയെ നിന്റെ കരങ്ങളിൽ തരുന്ന ദിവസങ്ങൾ എത്ര. റിഗമന വൈഡമന അതരക ദുരവല വൈഡമന അതാരക ഷൈഡമന ഉദരക ദിരമന വൈഡമന. അയ്യോ, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ദൈവമേ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. ആർക്കും വേണ്ടാത്തൊരു ജന്മമാണോ ഞാൻ? ഹല്ലേലൂയ. അത് ആർക്കും വേണ്ടാത്തൊരു ജന്മമാണോ എന്ന് ചോദിച്ച് പലപ്പോഴും ദൈവസേന കരയുന്നില്ലേ? എന്നാൽ പ്രിയ ദൈവമകളെ, അതേ പ്രിയ സഹോദരി, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സ്വർഗം അതേ നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡവന അതരക ദുരവിരി വൈഡവന. അതേ പ്രിയ ദൈവത്തിലെ ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുക, എന്നെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കണമേ എന്ന്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിനക്ക് വേണ്ടി നിന്നെ അതേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുന്നൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അതേ പ്രിയ ദൈവത്തിലെ അതേ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ മാനിക്കുന്നൊരു ദൈവം നമ്മോട് കൂടെയുണ്ട് കേട്ടോ. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുക, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്ന്. അതേ പ്രിയ ദൈവം നാം ചിന്തിച്ചു, കണ്ണിന്റെ കൃഷ്ണമണി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിലൊരു ഭാഗമാണ്. ഹല്ലേലൂയ. അതെ അതേ പ്രിയർ, ഇതുപോലെ ദൈവം പറയുകയാണ്. അതേ ദാവീദ് ദൈവത്തോട് പറയുക, എന്താണ് ദാവീദ് പറയുന്നത്? അതേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്ന് വെച്ചാൽ ഏറ്റവും വിലപ്പെട്ടെന്നും പ്രധാനപ്പെട്ടതുമായ ഒന്നായി എന്നെ സംരക്ഷിക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. അതേ പ്രിയർ, ഇതുപോലെ അത് നാം ആരെന്നറിയാവോ? ദൈവാത്മ മറ്റൊരു ഭാഗത്ത് എന്നെ കൊണ്ടുപോവുകയാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ വാചനത്തിലേക്ക് കടന്നു വരാം. അത് ഞാൻ എടുത്തു വെച്ചല്ല കേട്ടോ. യെശയ്യാവിന്റെ പുസ്തകം നമുക്ക് വായിച്ചു വരുമ്പോൾ അവിടെ ഇപ്രകാരം വചനം പറയാ, നാം ആരാണെന്നാണ് ദൈവത്തിന് മുമ്പ് നാം ആരാണെന്ന് അവിടെ പറയുകയാണ്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 43 അതേ അധ്യായത്തില്. ഹല്ലേലൂയ. അതെ അവിടെ ഇപ്രകാരം പറയുകയാണ്. അതെ 43 വാക്യത്തിൽ പറയുക, നാം ആരാണ് ദൈവത്തിനെന്ന്? നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി. ഹല്ലേലൂയ. അവിടെ വായിക്കുക, നീ എനിക്ക് വിലയേറിയവൻ. 2 മാന്യനാണെന്ന്. ഹല്ലേലൂയ. അതേ പ്രിയ, അവിടെ ദൈവം ഇതിൽ വായിക്കുകയാണ്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം അതേ ജാതികളെ കൊടുക്കുന്നു. നാം ആരാ ദൈവത്തിന്റെ മുമ്പിൽ? നാം മാന്യത ഉള്ളവളാണ്, നാം മാന്യത ഉള്ളവനാണ്. അതേ മാത്രമല്ല, നാം ദൈവത്തിന് വിലപ്പെട്ടവളാ പ്രിയരെ. ഹല്ലേലൂയ. അതേ നാം പ്രീഷ്യസ് ആണ് ദൈവത്തിന് മുമ്പ്, നാം പ്രീഷ്യസ് ആണെന്നേ. അതേ പ്രിയരെ, നിശ്ചയമായി നാം വിലയേറിയവനാ. മറ്റുള്ള മുമ്പിൽ നമുക്ക് വിലയില്ലായിരിക്കും, എന്നാൽ പ്രിയരെ നാം ദൈവത്തിന്റെ മുമ്പിൽ വിലയേറിയവനാ. ഹല്ലേലൂയ. നാം മാന്യപാത്രമാണ്. അതേ പ്രിയ, ദൈവത്തിന്റെ നാളുകളിൽ ദാവീദിനോട് ചേർന്ന് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം, ദൈവമേ ഹല്ലേലൂയ, എന്നെയും അതേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കണമേ എന്ന്. അതേ ദാവീദിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ പ്രിയ ദൈവത്തിലെ അതേ നമ്മെ മാനിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. യെസ്. അതെ, ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, അപ്പ അല്പസമയം അങ്ങയുടെ സ്നേഹവചനവുമായി നിൽപ്പാൻ അടിയുടെ ഇടയാക്കിനായി സ്തോത്രാപ്പ. കർത്താവെ, അങ്ങ് മനസ്സലിഞ്ഞനായി നന്ദി പറയുന്ന അപ്പ. ഹല്ലേലൂയ. കർത്താവ് ഓരോ നിമിഷങ്ങൾ വഴി ശക്തീകരിക്കുമാറാകണമേ അപ്പ. ദൈവമേ, അടിയനൊന്നുമല്ല പപ്പ, അടിയനെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ. ഇത്രത്തോളം വചനമായി നിൽപ്പാൻ അടിയനെ ഇടയാക്കിനായി സ്തോത്രം. കടന്നു വന്ന ഓരോ വ്യക്തിച്ഛുതങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ അപ്പ. ദൈവമേ, ഗ്രൂപ്പിന്റെ കർത്താവെ പട്ടനായി പ്രവർത്തിക്കുന്ന ദൈവമേ, കർത്തദാസിയെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പ. ദൈവം എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ, കടന്നു വന്നവരെല്ലാവരും അനുഗ്രഹിച്ചാട്ടപ്പ. കേൾക്കുന്നവരെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണം. അങ്ങ് തന്നെ കൂടെ ഇരുന്ന് മാനിച്ച കൃപയ്ക്കായി സ്തോത്രം. ഒന്ന് പ്രാർത്ഥന കേട്ടാനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ വചന ശുശ്രൂഷ ക്ഷണിച്ചതായ പ്രിയ റോസ്ലിൻ സുരേഷ് ഈറോഡ് അവർക്കും മറ്റ് അഡ്മിന്മാർ എല്ലാ പ്രിയപ്പെട്ടവർക്ക് കൂടി എന്നെ നന്ദി സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് എന്റെ കർത്തവ്യം ഉപസ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ. താങ്ക് യു ജീസസ്.